അപ്പോൾ എന്തൊക്കെ റെമഡീസാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഡെലിവറി സൈക്കോളജിക്കൽ ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളതാണ്. വൈഫ് കൺസീവ് ആയി എന്നറിയുന്ന മൊമെൻറ്റ് തൊട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അവൾക്കുണ്ടാവുന്ന ഹോർമോണൽ ഇഷ്യൂസും സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് എടുക്കാം. അതുപോലെ ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ആ സമയത്തൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഡെലിവറി പീരീഡിൽ നിങ്ങൾക്കൊരു പോസ്റ്റ്മോർട്ടം കൗൺസിലിംഗ് എടുക്കാം. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ആ സമയത്തുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് കൂടാതെ തന്നെ ഒത്തിരി ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് സൈക്കോളജിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതേപോലെ സ്മൃതി മെഡിറ്റേഷൻ കൗൺസിലിംഗ്, ഇതിലൂടെയൊക്കെ നമുക്ക് പോസ്റ്റ് ഡെലിവേർഡ് ആയിട്ടുള്ള ഒരു വുമണിൻ്റെ ഹെൽത്ത്, അവരുടെ ഉറക്കം, അവരുടെ മാനസികാവസ്ഥ, അതിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും അതേസമയം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്.